കാർത്തിയുടെ സിനിമയാകുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഒരു സിനിമ പോയിട്ട് കാണും. പിന്നെ അതിന് വലിയ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെയാണ് മെയ്യഴകൻ എന്ന സിനിമ കണ്ടത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോകുന്നൊരു പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കഥയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഈ സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഭയങ്കരമായൊരു ഇമോഷണൽ സെറ്റിങ് ഈ സിനിമയിൽ വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഇമോഷണൽ സെറ്റിങ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റിലാണ് കംപ്ലീറ്റ് ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. പിന്നെ പറയേണ്ടത് ഗോവിന്ദ് വസന്തിൻ്റെ മ്യൂസിക്കാണ്. കാരണം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് ഹഗ് ചെയ്താലോ എന്ന് തോന്നിപ്പോയി. അത്രയും കിടിലമായ മ്യൂസിക്കാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം ആ ഒരു മ്യൂസിക്കിൻ്റെ ഫീലിൽ ഈ സിനിമ അത്രയും കിടുവായിട്ട് വരുമ്പോഴും ആ ഒരു മ്യൂസിക് അവിടെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പെർഫോമൻസുകളും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. കാരണം അരവിന്ദ് സ്വാമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോറിയും എല്ലാ വക സെഗ്മെൻറ്റുകളും വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനാണ് ഈ സിനിമയിൽ കുറച്ചും കൂടി അപ്പർ ഹാൻഡും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ അത് അത്രയും നല്ല പെർഫോമൻസ് ആയിട്ട് വരെ ഒരു അങ്ങനത്തെ രീതിയിൽ എടുത്തു പറയാൻ പറ്റുന്നൊരു ട്രോപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാർത്തി വന്നിട്ട് നല്ലൊരു പെർഫോമൻസും ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു റിലേഷനും ബോണ്ടും ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പിലാണത്. അപ്പോൾ മൊത്തത്തിൽ ആ വക കാര്യങ്ങളൊക്കെ എനിക്ക് വർക്കായിട്ടുണ്ട്. ഒരു തരത്തിലും പോരായ്മ പറയാനില്ലാത്തൊരു സിനിമയാണ് മെയ്യഴകൻ. കാരണം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, മ്യൂസിക് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി എല്ലാ വക സംഭവങ്ങളും കിട്ടുക. നിയർ പെർഫെക്ഷനോടെ എടുത്തിട്ടുള്ളൊരു സിനിമ എന്ന് വേണമെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് പറയാം. അത്രയും ഹൈലി സാറ്റിസ്ഫൈങ് ആവുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പലപ്പോഴും എനിക്ക് ഉള്ളിലൊരു ഭയങ്കരമായൊരു ഫീലിംഗ് ആയിരുന്നു ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഒരു 3 മണിക്കൂറിൻ്റെ സിനിമ എന്നൊന്നും ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യില്ല. ഓവറോൾ പറയുമ്പോൾ മെയ്യഴകൻ എനിക്ക് ഹൈലി സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയൊരു സിനിമയാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.